ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. സംസ്ഥാനത്ത് 3 ഘട്ടമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽഡിഎഫിന് വ്യക്തമായ മുന്നേറ്റം. സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ 53 സീറ്റുകളിൽ എൽഡിഎഫാണ് മുന്നിൽ. കൊല്ലത്തും കോഴിക്കോടും എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. കൊച്ചിയിലും കണ്ണൂരിലും യുഡിഎഫ് മുന്നേറുന്നു. ജില്ലാ പഞ്ചായത്തുകളിൽ 10 എൽഡിഎഫും 4 യുഡിഎഫും മുന്നിലാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 516 എൽഡിഎഫാണ് മുന്നിൽ. 369 പഞ്ചായത്തുകളിലാണ് യുഡിഎഫ് മുന്നേറുന്നത്. എൻഡിഎ 23 ഗ്രാമപഞ്ചായത്തുകളിലും മുന്നേറുന്നു. മുനിസിപ്പാലിറ്റികളിൽ യുഡിഎഫിനാണ് ആധിപത്യം. സംസ്ഥാനത്ത് 86 മുനിസിപ്പാലിറ്റികളിൽ 45 യുഡിഎഫും 35 എൽഡിഎഫും മുന്നേറുന്നു. ബിജെപി സഖ്യത്തിന് 2 മുനിസിപ്പാലിറ്റികളിൽ മുൻതൂക്കമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 7 എൽഡിഎഫും 7 യുഡിഎഫും ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിൽ 16 എൽഡിഎഫ് ലീഡ് ചെയ്യുമ്പോൾ 13 യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അടക്കം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫ് 7ഉം യുഡിഎഫ് 7ഉമായി ഒപ്പത്തിനൊപ്പമാണ്. 2 സീറ്റ് എൻഡിഎയും മറ്റുള്ളവർ 1 സീറ്റും നേടിയിട്ടുണ്ട്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ എൽഡിഎഫിനാണ് മേൽക്കൈ. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ മുൻ ചെയർമാൻ വി രമേശൻ മിന്നും വിജയമാണ് കാഴ്ചവെച്ചത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലും അവസാന റൌണ്ട് ആയപ്പോഴേക്കും എൽഡിഎഫിനാണ് മേൽക്കൈ. നീലേശ്വരം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ 20 ഇടങ്ങളിൽ എൽഡിഎഫും 9 ഇടങ്ങളിൽ യുഡിഎഫും 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ യുഡിഎഫിനാണ് മേൽക്കൈ. 6 ബ്ലോക്ക് പഞ്ചായത്തിൽ കാഞ്ഞങ്ങാട്, കാറടുക്ക, നീലേശ്വരം, പരപ്പ ബ്ലോക്കുകളിൽ എൽഡിഎഫും മഞ്ചേശ്വരത്ത് എൻഡിഎയും കാസർഗോട്ട് യുഡിഎഫും ഉയർന്ന ലീഡിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കൊല്ലം കോർപ്പറേഷനിൽ എൽഡിഎഫിനാണ് മുൻതൂക്കം. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 39 വാർഡുകളിലാണ് എൽഡിഎഫ് മുന്നേറ്റം. യുഡിഎഫ് 2ാം സ്ഥാനത്താണ്. 6 സീറ്റിലാണ് ബിജെപി ലീഡ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലും എൽഡിഎഫാണ് മുന്നിൽ. യുഡിഎഫ് 3 ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ 68 ഗ്രാമപഞ്ചായത്തുകളിൽ 40 എൽഡിഎഫും 20 യുഡിഎഫും 4 പഞ്ചായത്തുകളിൽ ബിജെപിയും മുന്നിട്ട് നിൽക്കുന്നു. ശക്തമായ പോരാട്ടം നടന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ എൽഡിഎഫിനാണ് മുൻതൂക്കം. എൽഡിഎഫ് 48 സീറ്റിൽ മുന്നേറുന്നു. 14 സീറ്റുമായി യുഡിഎഫ് 2ാം സ്ഥാനത്താണ്. ബിജെപി 7 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഉത്തര മലബാറിൽ എല്ലാ മുന്നണികളും നേർക്കുനേർ പോരാട്ടം നടത്തിയ കണ്ണൂർ കോർപ്പറേഷനിൽ ചരിത്രത്തിൽ ആദ്യമായി എൻഡിഎ അക്കൌണ്ട് തുറന്നു. പള്ളിക്കുന്ന് ഡിവിഷനിലെ ബിജെപി സ്ഥാനാർത്ഥി വി കെ ഷൈജുവാണ് വിജയിച്ചത്. 32 സീറ്റുകളിൽ യുഡിഎഫും 16 സീറ്റുകളിൽ എൽഡിഎഫും മുന്നേറുന്നു. ശക്തമായ മത്സരം നടന്ന തൃശൂർ കോർപ്പറേഷനിൽ 23 യുഡിഎഫ് മുന്നേറുമ്പോൾ 20 സീറ്റിൽ ലീഡുമായി എൽഡിഎഫ് പിന്നിലുണ്ട്. തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിന് മുന്നേറ്റം. ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളിൽ 66 എൽഡിഎഫ് മുന്നിലാണ്. ഇടുക്കിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 16 ജില്ലാ പഞ്ചായത്തുകളിൽ 9 എൽഡിഎഫും 7 യുഡിഎഫും മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ നമ്മോടൊപ്പം ചേർക്കുന്നു. ആന്റണി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്താണ് ജില്ലയിലെ സ്ഥിതി? ലിൻസ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 792 വാർഡുകളിലെ റിസൾട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിൽ 282 യുഡിഎഫ് മുന്നേറ്റം. യുഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 280 എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 18 എൻഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള റിസൾട്ട് ആണെങ്കിൽ ഏതാണ്ട് 104 മത്സര ഫലങ്ങൾ വന്നു കഴിയുമ്പോൾ യുഡിഎഫ് 46 ഇടങ്ങളിലും എൽഡിഎഫ് 51 ഇടങ്ങളിലും 7 ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം എൽഡിഎഫ് യുഡിഎഫ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ്. 16 ഡിവിഷനുകളാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലുള്ളത്. നന്ദി ആന്റണി. കാസർഗോഡ് ഇരട്ട കൊലപാതകം നടന്ന പുല്ലൂർ പെരിയ പഞ്ചായത്ത് യുഡിഎഫ് വീണ്ടും പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ എൽഡിഎഫിനൊപ്പം നിന്ന ഈ പഞ്ചായത്ത് കല്യോട്ടെ ഇരട്ട കൊലപാതകത്തിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പിടിച്ചെടുക്കുകയായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ യുഡിഎഫ് മുന്നേറ്റം. ജില്ലയിലെ 94 ഗ്രാമപഞ്ചായത്തുകളിൽ 70 യുഡിഎഫാണ് മുന്നിൽ. 94 പഞ്ചായത്തുകളിൽ 70 യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ഭരണ നേതൃത്വം വഹിക്കുന്ന ഏക നഗരസഭയായ നിലമ്പൂർ ഇടതുമുന്നണി പിടിച്ചെടുത്തു. ആകെയുള്ള 33 ഡിവിഷനുകളിൽ 22 സീറ്റുകൾ നേടിയാണ് ഇടതുമുന്നണി അധികാരം പിടിച്ചത്. യുഡിഎഫിന് 9 ഡിവിഷനുകളിലാണ് ജയിക്കാനായത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യുഡിഎഫിനാണ് മുന്നേറ്റം. ജില്ലാ പഞ്ചായത്തിൽ 30ൽ 28 ഇടത്തും എൽഡിഎഫ് മുന്നേറുന്നു. എറണാകുളം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 31 യുഡിഎഫും 29 എൽഡിഎഫും ലീഡ് ചെയ്യുന്നു. കോർപ്പറേഷനിലെ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയെ 1 വോട്ടിന് പരാജയപ്പെടുത്തി എൻഡിഎ സ്ഥാനാർത്ഥി വിജയിച്ചു. കേരള കോൺഗ്രസ് പോരാട്ടത്തിൽ ശ്രദ്ധേയമായ കോട്ടയം ജില്ലയിൽ എൽഡിഎഫ് വിജയിച്ചു. പാലാ നഗരസഭയിൽ 12 എൽഡിഎഫും 8 യുഡിഎഫും ഭൂരിപക്ഷം നേടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പഞ്ചായത്ത് എൽഡിഎഫ് പിടിച്ചെടുത്തു. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ഇവിടെ യുഡിഎഫിന് ഭരണം നഷ്ടമാകുന്നത്.
കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ജനപക്ഷം സ്ഥാനാർത്ഥിയും പി സി ജോർജിന്റെ മകനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വിജയിച്ചു. പൂഞ്ഞാർ ഡിവിഷനിൽ നിന്നാണ് ഷോൺ ജനവിധി തേടിയത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് ഷോണിന്റെ അട്ടിമറി വിജയം. LDF ഭരിച്ച പന്തളം നഗരസഭ NDA പിടിച്ചെടുത്തു. ഫലമറിഞ്ഞ 30 വാർഡുകളിൽ NDA സഖ്യം 17 എണ്ണം നേടി. LDF 7 UDF 5 സീറ്റുകൾ നേടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത പ്രത്യേക വാർത്താ പ്രക്ഷേപണം 5 മണിക്ക്.